ഫ്ലൈറ്റ് യാത്രയാണോ നല്ലത്, ട്രെയിനിൽ പോകണമാണോ ഇഷ്ടപ്പെട്ടത്? ഫ്ലൈറ്റ്. ദോശ, ഇഡ്ഡലി, സാമ്പാർ, ചട്നി. ഹലോ മൈ ലവ്ലി ഹ്യൂമൻസ്. ഇന്ന് എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവരും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് കേട്ടോ. ഞങ്ങൾ പിള്ളേർക്കൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് ഒരു ട്രിപ്പ് പോയാലോ എന്ന് പ്ലാൻ ഇട്ട് കൊച്ചി ടു ട്രിവാൻഡ്രം പോയിക്കൊണ്ടിരിക്കുവാണ്. നാട്ടിൽ നിന്ന് എല്ലാവരും കൂടി കളമശ്ശേരി എൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് അവിടെ ഒരു ദിവസം നിന്നാണ് നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആലുവ ടു ട്രിവാൻഡ്രമാണ് കേട്ടോ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായത്. നമ്മളെല്ലാവരും കൂടി അങ്ങനെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞു പോകാൻ എന്ത് രസമായിരുന്നു എന്നറിയോ. ഒരുപാട് വിശേഷങ്ങളുണ്ടായി, ഒരുപാട് രസങ്ങളുണ്ടായി. ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളുടെ അത്രയും ഭക്ഷണം കഴിച്ച ആൾക്കാർ വേറെ ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ അത്രയും ഫോട്ടോസും വീഡിയോസും എടുത്ത ആൾക്കാരും വേറെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പണ്ടത്തെ നമ്മുടെ യാത്രയ്ക്ക് എന്ത് രസമായിരുന്നു അല്ലേ. അച്ഛനും അമ്മയും പോകുമ്പോൾ അവരെ കൂടെ പോകാമെന്നല്ലാതെ വേറെ ഒന്നും നമുക്കറിയില്ലല്ലോ. ഇപ്പം നമ്മൾ ഈ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് അച്ഛനെയും അമ്മേനെയും കൊണ്ട് പോകുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായി കേട്ടോ. ഈ കുട്ടിക്കളി മാറാത്ത ഇവളാണ് എൻ്റെ തൊട്ടു മുകളിലുള്ള ചേച്ചി. ഇത് ചേച്ചീൻ്റെ ഹസ്ബൻഡാണ്, ഹസ്ബൻഡിൻ്റെ പകുതി എന്ന് പറയാം. ഇത് ദേഹവുട്ടി വലിയ ചേച്ചീൻ്റെ മോളാണ് കേട്ടോ. ഇനി ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ചേച്ചി. പിള്ളേരൊക്കെ എത്ര പെട്ടെന്ന് വലുതാവുക അല്ലേ. ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും. ഈ ഒളിമ്പിക്സിൽ മെഡൽ പിടിച്ച് കിടക്കുന്നവനാണ് മിസ്റ്റർ ആരവിയാൻ. ഇനി ദക്ഷിദായനെ ഇവിടെ കാണാനുണ്ട്, ദേ നിൽക്കണവൻ. ഇത് രണ്ടുമാണ് എൻ്റെ അളിയൻസ്. ഇനി ഒരാളും കൂടി ഉണ്ട്, ആൾ ഇന്ന് വന്നിട്ടില്ല. ഉഴുന്നുവട, ഉള്ളിവട, പരംപൊളി എല്ലാം കഴിച്ച് നമ്മൾ അങ്ങനെ ട്രിവാൻഡ്രത്തെത്തി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുവാണ് കേട്ടോ. പത്മനാഭ സ്വാമി ടെമ്പിളിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടി ആയിരുന്നു. അടുത്തുള്ള ഒരു അന്നപൂർണ്ണ ഹോട്ടലിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് റൂമിലേക്ക് പോകുന്ന വഴിയാണിത്. അന്ന് രാത്രി എല്ലാവരും കൂടിയതിൻ്റെ ഒരു ബഹളമായിരുന്നു. 3 റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും വർത്താനം പറഞ്ഞ് എല്ലാവരും ഒരു റൂമിലെത്തി. നല്ല രസമായിരുന്നു കേട്ടോ. ഒരുപാട് അന്ന് ചിരിച്ചു, അടിപൊളിയായിരുന്നു. ഉറങ്ങി എണീറ്റ് വാതിൽ തുറന്നപ്പോൾ സർപ്രൈസും കൊണ്ടാണ് ദേ ഈ ആശാൻ വന്നത്. അല്ലെങ്കിൽ അങ്ങനെയല്ലേ ചിലർ നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നത്, ഒരുപാട് സർപ്രൈസും കൊണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് സർപ്രൈസുകൾ തരുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഇത്. സോ എല്ലാവരും രാവിലെ തന്നെ എണീറ്റ് ആറ്റുകാൽ ടെമ്പിളിൽ പോകാന്നുള്ളതായിരുന്നു ഫസ്റ്റത്തെ പ്രിഫറൻസ്. അവിടെ പോയി അന്ന് വീഡിയോസ് ആൻഡ് ഫോട്ടോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ. ഒന്നാമത് അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് ആയിരുന്നില്ല. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, അത് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം. നമ്മുടെ എല്ലാ യാത്രയും യൂബർ ഓട്ടോ അല്ലെങ്കിൽ യൂബർ ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. ചെറിയ ചെറിയ ദൂരങ്ങളിലേക്ക് പോകാനായിട്ട് മീറ്റർ ഇട്ട് ഓടുന്ന ഓട്ടോയും നമ്മൾ പ്രിഫർ ചെയ്തിരുന്നു. അതെ, നമ്മൾ അങ്ങനെ സൂവിൽ എത്തിയിരിക്കുവാണ് കേട്ടോ. സൂ ആൻഡ് മ്യൂസിയം ഭയങ്കര നിയർ ബൈ ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ഒരുപാട് ഫിലിംസ് ഒക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ അവിടെ നടക്കാനായിട്ട്. അവിടേക്കുള്ള എൻട്രൻസ് ഫീൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ കൊടുത്തേക്കാം. അതല്ലാതെ ബഗ്ഗി ആൻഡ് വീൽ ചെയർ സർവീസസും അവിടെ അവൈലബിൾ ആണ്. ഒരു കാര്യം പറയട്ടെ, ഇവിടെ 8 വർഷത്തിന് ശേഷം ഇവിടെ വരുമ്പോഴും പ്രത്യേകിച്ച് ഒരു ചേഞ്ചസ് ഒന്നും കാണുന്നില്ല. പുതിയ സ്പീഷീസിനൊന്നും ആഡായിട്ടും കണ്ടില്ല കേട്ടോ ഞാൻ. മെയിൻ്റനൻസും ഓക്കെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അച്ഛനും അമ്മയൊക്കെ അത്യാവശ്യം ഏജ്ഡ് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് നിന്നിട്ടാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വീഡിയോസ് കണ്ടാലോ. ഇവരെയൊക്കെ ഇങ്ങനെ കൂട്ടിലിടുന്നതിനേക്കാളും ബെറ്റർ നമ്മളൊരു കേജ്ഡ് വെഹിക്കിളിൽ ഇവരെ കാണാനായിട്ട് ഒരു ഓപ്പൺ സ്പേസിൽ പോവാണെങ്കിൽ അത് അടിപൊളിയായിരിക്കില്ലേ. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇവിടെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഇരിക്കെ കാട്ടിലെ സിംഹം മലർന്നതാണ് ഞങ്ങൾ കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ഈ സൂവിൻ്റെ ട്രിപ്പ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. നമുക്കിവിടെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വീൽ ചെയറിൻ്റെ ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് 400 rupees ഓർ 800 rupeesന് 11 or 7 പീപ്പിളിന് ട്രാവൽ ചെയ്യാനുള്ള കുഞ്ഞു ബഗ്ഗി സർവീസസും അവൈലബിൾ ആയിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വന്നത്. അങ്ങനെ കുറച്ച് പാമ്പുകുട്ടന്മാരെ കൂടെ കണ്ടിട്ട് നമുക്ക് റൂമിലേക്ക് പോകാം. കാരണം നടന്ന് കാലൊക്കെ വയ്യാണ്ടായി എല്ലാവർക്കും. അപ്പോൾ ഇനി റെസ്റ്റ് എടുക്കാമെന്നാണ് നമ്മൾ തീരുമാനം എടുത്തത്. എൻ്റെ അച്ഛൻ പണ്ട് BSNL കേട്ടോ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് ആളുടെ തട്ടകമായിരുന്നു. പക്ഷേ ഇപ്പം അച്ഛൻ ഏജ്ഡ് ആയതുകൊണ്ട് പഴയ കാര്യങ്ങളൊന്നും അങ്ങനെ ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അച്ഛാ ഇവിടെ വന്നത് ഓർമ്മയുണ്ടോ, ഇത് കണ്ടത് ഓർമ്മയുണ്ടോ എന്നൊക്കെ. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം ഉടുത്തൊരുങ്ങി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പത്മനാഭനെ കാണാൻ പോവാണ് കേട്ടോ. അങ്ങനെ രാവിലെ ആയപ്പോൾ അച്ഛനൊരു ഡൗട്ട്, നമ്മൾ ചായ കുടിച്ചോ ഇല്ലയോ എന്ന്.
ചായ കുടിച്ചിട്ടില്ല എന്നുള്ള നഷ്ടബോധം അച്ഛൻ്റെ ഉള്ളിലേക്ക് കയറി കൂടുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് നമ്മുടെ ബ്യൂട്ടി വ്ളോഗും സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങണം. അമ്പലത്തിൽ നിന്ന് ഒരു 300 മീറ്റർ ദൂരത്തിലാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ച് വേഗം അമ്പലത്തിലോട്ട് എത്തി. നിങ്ങൾക്കറിയാലോ, നമ്മൾ മുണ്ടെടുത്ത് വേണം ഈ ഫ്രോക്കൊക്കെ ഇട്ടുള്ള ആൾക്കാർ ഉള്ളിലോട്ട് കയറാനായിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പുറത്തുനിന്ന് തന്നെ മേടിക്കാൻ വേണ്ടി പറ്റും. ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ടെമ്പിളിനകത്തും പുറത്തും അലൗഡ് അല്ല കേട്ടോ. നമ്മൾ ഗൂഗിൾ ടൈം നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ചെറിയ ചേഞ്ചസ് ഉണ്ട്. ശ്രീകോവിൽ ഇപ്പോൾ 10 മണിയാകുമ്പോൾ അടയ്ക്കും, എന്നിട്ട് വൈകുന്നേരം 4:30 തുറക്കുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പത്മനാഭനെ കാണാൻ പറ്റിയില്ല. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ പഴവങ്ങാടി ടെമ്പിളിലും പോയി. അതിനുശേഷം മഹാബോലി ആൻഡ് പാലട ട്രൈ ചെയ്തു. ഒരുപാട് സാരീസ് മേടിച്ചു രാമചന്ദ്ര ടെക്സ്റ്റൈൽസിൽ നിന്ന്. ദിസ് ഈസ് എ സെക്കൻഡ് ഡേ ഇൻ ട്രിവാൻഡ്രം. ഞങ്ങൾ ഇന്ന് തിരിച്ച് നാട്ടിലോട്ട് പോവാണ് കേട്ടോ. 2 ദിവസം എങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല. അത്രയും സന്തോഷമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് മൊത്തം. ഇതങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുള്ള ട്രിപ്പൊന്നും ആയിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തീരുമാനിച്ചു, പെട്ടെന്ന് പോകാമെന്ന് വെച്ചു. എപ്പോഴും അൺപ്ലാൻഡ് ആയിട്ടുള്ള ട്രിപ്പാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് എൻഡ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ ലൈഫ്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ വ്ളോഗ് എൻഡ് ചെയ്യുന്നത്. കുറച്ച് ഫോട്ടോസ് കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഐ ഹോപ്പ് യു വിൽ എൻജോയ് ദിസ് ഫാമിലി വ്ളോഗ്. വേറൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.